വള്ളി കാലി ചുറ്റി നമ്മൾ തേടി നടന്ന മണ്ണാർക്കാട്ട ജയൻ OK ഹരിദാസ് ഇപ്പോൾ മുന്നിൽ വന്നു, ഇവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ജയന്റെ ഒരു ആരാധകനായത്? ഇപ്പോൾ മുഴുവൻ സമയം ഇങ്ങനെ ജയന്റെ വേഷമിട്ട് ജയനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതായത് അദ്ദേഹത്തിൻ്റെ വയറും നെഞ്ഞും ഒരുപോലെ തന്നെയാണ്. ആരോഗ്യവാൻ മാത്രമല്ല, നല്ലൊരു കരുത്തൻ എന്ന് പേരെടുത്ത ആളാണ്. എല്ലാം സ്വന്തം കഴിവിൽ ധീരതയോടെ ചെയ്യാനുള്ള കുരുത്തവും വാങ്ങിയ ആളാണ്. അപ്പോൾ എത്ര വയസ്സിൽ കയറി കൂടിയതാണ് ഈ ജയനോടുള്ള ഒരു സ്നേഹം? എന്നെ അച്ഛനമ്മയല്ല വളർത്തിയത്, അമ്മമ്മയുടെ ഒരു ആളായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി 14 വയസ്സിൽ. 15 വയസ്സിലാണ് SSLC-യിലെത്തുക. അപ്പോൾ അമ്മമ്മ വഴക്ക് പറഞ്ഞു ഞാൻ പഠിക്കാത്തതിന്. എനിക്ക് കടക്കിലൊക്കെ പൂജം മാർക്കാം. അന്ന് ഞാൻ സിനിമകളിൽ കടക്കലാണ്. അതുകൊണ്ട് ഞാൻ നേരെ കള്ളവണ്ടിയിൽ രാത്രി നേരെ എത്തിയ തിരുവനന്തപുരമാണ്. വള്ളക്കടവ് ഉമ്മ സ്റ്റുഡിയോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോഴേക്കും ജയൻ കാറിക്കുമ്പോൾ സ്ത്രീകളൊപ്പം യാത്രയായി. കാണാൻ സാധിച്ചില്ല. അസ്തമയം പറഞ്ഞ ഷൂട്ടിങ്. ഇതുവരെ ജയനെ കാണാൻ അല്ലെങ്കിൽ ജയനെ കാണാൻ പറ്റിയില്ല. ആ സങ്കടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ജയനെ ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ മരിക്കുന്നവരെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ആത്മാവിൽ അത് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് തയ്പ്പിക്കുന്നതാണ്? അതെ, പറഞ്ഞിട്ട് ഞാൻ കടക്കാരോട് പറഞ്ഞിട്ട് ജയനായിക്കോളെ ചോദിക്കുമ്പോൾ അവരാണ് അതെല്ലാം തയ്പ്പിച്ച് തരുന്നത്. പുറമെ എനിക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട്, ഫീസും തരുന്നുണ്ട്, ഇതിനൊരു ഫീസും തരുന്നുണ്ട്. ജയനോടുള്ള ആരാധന കൊണ്ടാണോ സ്വയം ഒരു ജയനായിട്ട്? ഞാൻ സ്വഭാവത്തിലും ഒരു തൊഴിലാളികളിൽ ജയൻ തന്നെ. എന്ന് വെച്ചാൽ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അറിയാം, മണ്ണാർക്കാട്ടുകാർക്ക് മാത്രമല്ല, എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ചായ, കാപ്പി, സർവത്തെ പോലെ മദ്യം ഒന്നും ഇതുവരെ തൊട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ അറിയില്ലെങ്കിലും എന്നെ എൻ്റെ അടുത്ത വീട്ടുകാരാണ് ദീപം മണിക്കൽസ്, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ജോസേട്ടൻ്റെ നമ്പറുണ്ട്. രണ്ടുപേരും കഴിയുന്ന ഹെൽപ്പുകൾ എനിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും കൊണ്ട് നോട്ടീസുകൾ വിതരണം ചെയ്യും, അങ്ങനെയാണോ ഒരു വരുമാനം? ശ്രീകൃഷ്ണപുരം, കോട്ടപ്പുറം, ആര്യമ്പാവ് എത്ര കിലോമീറ്റർ നടന്നാലും എനിക്ക് ക്ഷീണമൊക്കെ അതപ്പോൾ ഒന്നും അനുഭവപ്പെട്ടില്ല. ഈ ജയൻ്റെ വേഷം മാത്രമേ ഉള്ളൂ അതോ എന്തെങ്കിലും ഫിഗറൊക്കെ ചെയ്യും? ഫിഗറൊക്കെ ചെയ്യും. ജയൻ്റെ പോലെ നോട്ടമൊക്കെ ഭാവമൊക്കെ ചെയ്യും. കാണിക്കും തീർച്ചയായും. ഇവിടെ പയ്യൻ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ശരവഞ്ചൻ സത്താറിനോട് പറയുന്ന ഡയലോഗാണ്. പിന്നെ കൊള്ളാം, മിടുക്കൻ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.